ബോളിവുഡ് അനേകം താരയുദ്ധങ്ങൾക്ക് വേദിയായ ഇൻഡസ്ട്രിയാണ്. എന്നാൽ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ഒരിക്കലും സുഹൃത്തുക്കളായി തുടരാൻ കഴിയില്ലെന്ന വിശ്വാസത്തിന് എന്നും അടിവരയിട്ടത് സമകാലികരായ ഷാറൂഖ് ഖാന്റെയും അമീർ ഖാന്റെയും വർഷങ്ങൾ നീണ്ടുനിന്ന ശീതസമരമാണ്. റൊമാൻറ്റിക് ചിത്രങ്ങളിലൂടെ ജനകീയനായി മാറിയ കിങ് ഖാനും വ്യത്യസ്തതയിലൂടെ സിനിമാ പ്രേമികളുടെ മതിപ്പ് നേടിയ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റും ഇപ്പോഴും ശത്രുക്കളാണ്. മുൻപൊരിക്കൽ ഷാറൂഖിന് തന്നോടൊപ്പം അഭിനയിക്കാൻ ഭയമാണെന്ന് വരെ അമീർ അവകാശപ്പെടുകയുണ്ടായിരുന്നു. 2008 ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അമീർ ഖാൻ നായകനായ ഗജിനിയും ഷാറൂഖ് ഖാന്റെ റബ്നെ ബനാദി ജോഡിയും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. തന്റെ സ്വപ്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ കിങ് ഖാനെതിരെ പരസ്യമായി രംഗത്ത് വന്ന് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് പ്രേക്ഷകരെയും മാധ്യമങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കുകയായിരുന്നു. ബോളിവുഡിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് താനാണെന്ന ഷാറൂഖിന്റെ അവകാശവാദത്തിന് മറുപടി പറയുകയായിരുന്നു അമീർ. SRKയുടെ പ്രഖ്യാപനം ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഗജിനി നായകൻ ഷാറൂഖ് തന്നോടൊപ്പം അഭിനയിക്കാൻ ഭയക്കുന്നു എന്നായിരുന്നു തുറന്നടിച്ചത്. തന്നോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഷാറൂഖ് ഖാനോട് താൻ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഓഫർ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. സത്യത്തിൽ ഷാറൂഖിന് തനിക്കൊപ്പം അഭിനയിക്കാൻ ഭയമാണ്. എന്നാൽ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റിന് മറുപടിയുമായി വന്ന കിങ് ഖാൻ ഫാൻസ് അമീർ എല്ലാ കാലത്തും ഷാറൂഖിന്റെ വളർച്ചയിൽ അസ്വസ്ഥനായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷാറൂഖ് മികച്ച നടനുള്ള അവാർഡുകൾ തുടർച്ചയായി നേടാൻ തുടങ്ങിയതോടെ അമീർ ഫിലിം അവാർഡ് ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കാൻ പോലും തുടങ്ങിയെന്നാണ് അവർ ആരോപിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഷാറൂഖ് ഖാൻ അമീർ ഖാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരുന്നു. എല്ലാ വിഷയത്തിലും നർമ്മം കലർന്ന മറുപടികൾ നൽകുന്ന ഖാൻ പക്ഷെ ഇത്തവണ ആ ശൈലി മാറ്റിയിരുന്നു. അമീറിനെ ഞാൻ ഒരിക്കലും വിമർശിക്കാറില്ല. നിങ്ങൾ മാധ്യമങ്ങളാണ് ഇത്തരം തമാശകൾ വലുതാക്കി വഷളാക്കുന്നത്. ഞാനത് കാര്യമാക്കാറില്ല. എന്നാൽ ചില സമയത്ത് അമീറോ മറ്റുള്ളവരോ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാറുണ്ട്. അത്തരം അവസരങ്ങളിൽ താൻ അത് കാര്യമാക്കി എടുത്താൽ അവരോട് നേരിട്ട് സംസാരിക്കുമെന്നായിരുന്നു ഷാറൂഖ് ഖാൻ പറഞ്ഞത്.